ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ശരിയായ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും വളരെയധികം സന്തോഷവും സമാധാനവും ശാന്തിയും വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹ സഫലീകരണത്തിനും പ്രാർത്ഥനകൾ വളരെ നല്ലതാണ് അല്ലേ? പക്ഷെ എത്ര പേർക്ക് ശരിയായ രീതിയിൽ പ്രാർത്ഥനകളിലൂടെ സമാധാനവും സന്തോഷവും ആഗ്രഹ സഫലീകരണവും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്? എനിക്ക് കുറേ കാലം മുൻപ്, ഞാൻ അപ്പോഴും ഇപ്പോഴും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയില് എനിക്ക് ഈ പറയുന്ന ഒരു സന്തോഷമോ, അല്ലെങ്കിൽ ഒരു ശാന്തിയോ, അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണമോ വലുതായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ആഗ്രഹ സഫലീകരണം നടക്കാത്തത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? അതോ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ലേ? ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ ഞാനും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഉത്തരം ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ പ്രാർത്ഥനാ രീതിയിലുള്ള തെറ്റുകളായിരുന്നു എന്നെ റിസൾട്ടിലേക്ക് എത്തിക്കാത്തത്, എൻ്റെ മനസ്സിന് സന്തോഷം നൽകാത്തത്, എൻ്റെ മനസ്സിന് ശാന്തത നൽകാത്തത്. പിന്നീട് അത് തിരുത്തിയപ്പോൾ എനിക്ക് വളരെയധികം, ആ പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. അതുപോലെ ആഗ്രഹ സാക്ഷാത്കാരവും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും പ്രാർത്ഥനയുടെ ആ സന്തോഷവും ശാന്തതയും അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഞാൻ പറയുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്തി നോക്കൂ. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഒപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആകാവുന്നതാണ്. എൻ്റെ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനകളിലേക്ക് വരാം. ഒരു ആരാധനാലയത്തിൽ പോകുന്ന നിമിഷം എടുക്കാം. നമ്മൾ ഒരുപാട് വേദനകളും വിഷമങ്ങളും, ഒന്ന് ആശ്വാസം കിട്ടാൻ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ മോസ്കിൽ പോവുക, അങ്ങനെ അങ്ങനെ ചിന്തിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്ന നിമിഷം മുതൽ വളരെ ഹാപ്പി ആയിരിക്കണം, വളരെ നന്ദിയുള്ളവളായിരിക്കണം. എനിക്ക് ഇന്നത്തെ ദിവസം ആ ആരാധനാലയത്തിൽ പോകാൻ സാധിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ടായിരിക്കണം. അപ്പോഴേ നിങ്ങളുടെ മനസ്സ് അത്രയും നന്ദിയോടുകൂടി ഇറങ്ങുക. പുഞ്ചിരിച്ച മുഖത്തോടു കൂടി വേണം നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ ആരാധനാലയത്തിൻ്റെ ആദ്യത്തെ കടന്നകത്ത് പോകുമ്പോൾ വളരെ പുഞ്ചിരിക്കുക സന്തോഷത്തോടു കൂടി. എന്നിട്ട് നമ്മുടെ ശരീരം നന്ദിയുള്ള ഒരാളുടെ മനസ്സും ശരീരവുമാക്കി മാറ്റുക. ഞാൻ നന്ദി പറയാനാണ് എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളൊക്കെയും ഞാൻ തിരിച്ചറിയുന്നു. അതിന് ഞാൻ എന്നും അവിടത്തോട് നന്ദിയുള്ളവളാണ് എന്നൊരു ഭാവത്തിലേക്ക് മനസ്സിനെ ശരീരത്തെയും കൊണ്ടുവന്ന് പുഞ്ചിരിക്കുക. മനസ്സിലായോ? അത് വരും. അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്, അവയൊക്കെ ഞാൻ തിരിച്ചറിയുന്നു, അതിനൊക്കെ നന്ദിയുള്ളവളാണ് ഈ ജന്മം മുഴുവനും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനാലയത്തിനകത്ത് പ്രവേശിക്കുക. അവിടെ നിങ്ങൾക്ക് പ്രധാന നടയിൽ നിന്ന് തൊഴാൻ തിരക്കാണെങ്കിൽ ജസ്റ്റ് തൊഴുതിട്ട് എവിടെയെങ്കിലും ശാന്തമായിട്ട് കുറച്ച് നേരം നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യാൻ ആ ഒരു സ്പേസ് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥന ഈ രീതിയിലായിക്കോട്ടെ. ഞാൻ പിറന്നു വീണ നിമിഷം മുതൽ ഈ നിമിഷം വരെ അങ്ങ് ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ്. ആ നന്ദി അവിടത്തേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എന്നും എൻ്റെ സൗഭാഗ്യങ്ങളിൽ ഞാൻ എന്നും നന്ദിയുള്ളവളാണ്. ഈ ഒരു മനസ്സിലേക്ക് നിങ്ങളെത്തുക. അപ്പം നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ഈ 3 തലത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഓക്കെ, എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിലും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന പരിപൂർണ്ണ ആരോഗ്യാവസ്ഥയ്ക്ക് നന്ദി. എനിക്കും എൻ്റെ കുടുംബത്തിലും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ബന്ധങ്ങൾക്ക് നന്ദി. എല്ലാ കുടുംബ ബന്ധങ്ങളും സന്തോഷകരമായിട്ട് നിലനിന്ന് പോകുന്നതിന് നന്ദി. എൻ്റെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമ്പത്തിനും സമൃദ്ധിക്കും നന്ദി. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ധനത്തിൻ്റെ കാര്യത്തിലുണ്ട്. അതില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ അതിനുള്ളതിനാദ്യം നന്ദി പറയുക. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. അതിനുശേഷം സന്തോഷത്തോടു കൂടി ഇത് 3ഉം അവിടുത്തെ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹം നിങ്ങൾ പറയുക. ഇതെല്ലാ ആഗ്രഹങ്ങളും അങ്ങയുടെ ജീവിതത്തിൽ ഞാൻ ചോദിക്കാത്ത ആഗ്രഹങ്ങൾ പോലും അങ്ങനെക്ക് ആഗ്രഹം സാധിച്ചു നൽകിയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ നന്ദി പറയുന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു ആഗ്രഹം, എനിക്കൊരു ജോബ് കിട്ടണം എന്നൊരാഗ്രഹം, നല്ല സാലറിക്ക് നല്ലൊരു ജോലി നേടിയെടുക്കണം എന്ന ആഗ്രഹമുണ്ട്. ഞാനതിന് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഞാൻ തയ്യാറെടുക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ
എനിക്ക് വിജയം കാണിച്ചു തരണം. എനിക്ക് ആ വഴികളെല്ലാം വിജയം ആക്കി മാറ്റാൻ എനിക്ക് സാധിക്കാനുള്ള അനുഗ്രഹങ്ങളൊക്കെ അങ്ങ് നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്ന പൂർണ്ണ വിശ്വാസം ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. ഓക്കെ, എനിക്ക് അങ്ങനെ വിജയത്തിലെത്തിക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ആ പ്രാർത്ഥനയെല്ലാം ഞാനത് അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഈ രീതിയിൽ പ്രാർത്ഥിക്കുക. ഇനി സമ്പത്താണെങ്കിൽ എൻ്റെ കുടുംബത്തിലേക്ക് കൂടുതൽ കൂടുതൽ സമ്പന്നത എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പണത്താൽ നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ഈസി ആയിട്ട് നേടിയെടുക്കാൻ തക്കോണം സാമ്പത്തികം ഞങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹവും ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയാണ്. എനിക്കറിയാം ഇത്രയും നൽകി അനുഗ്രഹിച്ച് അങ്ങ് ഇതും നേടിയെടുക്കാൻ എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. ആ വിശ്വാസത്തിൽ വേണം എപ്പോഴും ആ വിശ്വാസം കൂടെ അവിടെ സമർപ്പിച്ചേക്കുക. അപ്പോൾ അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അവിടത്തേക്ക് സമർപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം അവിടെ നിന്നുകൊണ്ട് തന്നെ വിഷ്വലൈസേഷൻ ചെയ്യുക. കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ നിന്നിട്ട് ആ ആഗ്രഹം നേടിയെടുത്ത് കഴിയുന്ന ആ ഒരു സന്തോഷമില്ലേ, അതൊന്ന് ഫീൽ ചെയ്തതിന് ശേഷം സന്തോഷത്തോടു കൂടി ആ ഒരു ഫ്രീക്വൻസി നമ്മൾ അവിടെ കൊടുക്കുകയാണ്. ആ ഒരു ആഗ്രഹത്തെ അവിടെ സമർപ്പിക്കുകയാണ്. എന്നിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ആരാധനാലയത്തിൽ നിന്നും പുറത്തിറങ്ങും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ആരാധനാലയത്തെ ശരിക്കും നിങ്ങൾ ആസ്വദിക്കുക. കണ്ണുകൊണ്ട് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണുക. ഓക്കെ, അവിടുത്തെ ശബ്ദം ചിലപ്പം ബെല്ലിൻ്റെ മണിനാദമായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പൂക്കളുടെ ഗന്ധം നല്ലോണം ശ്വസിച്ച് അവിടുത്തെ സുഗന്ധം അറിയുക. അതുപോലെ അവിടുത്തെ ആ ഒരു ഈശ്വരൻ്റെ സ്പർശനം, ആ ഓരോ കാറ്റിലും വരുന്ന ആ ഒരു ദൈവിക ചൈതന്യത്തെ നിങ്ങൾ സ്പർശനത്തിലൂടെ അറിയുക. അതുപോലെ അവിടെ നിന്ന് വരുന്ന അഫോമേഷൻ, അതായത് ദൈവികമായിട്ടുള്ള വാക്കുകൾ, മന്ത്രങ്ങളാണെങ്കിൽ അങ്ങനെ, ദൈവവചനങ്ങളാണെങ്കിൽ അങ്ങനെ, അതൊക്കെ വ്യക്തമായിട്ട് കേട്ട് അവിടുത്തെ അന്തരീക്ഷത്തെ ശരിക്കും ഒന്ന് ആസ്വദിക്കുക. പെട്ടെന്ന് വരാനായിട്ട് ആരാധനാലയത്തിൽ പോകുമ്പോൾ കുറച്ച് നേരമെങ്കിലും അവിടെ ഇരുന്ന് ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് മൈൻഡും നിങ്ങളുടെ മനസ്സും ശരീരവും എത്തിച്ചിട്ട് സന്തോഷത്തോടു കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ അവിടത്തേക്ക് എത്തിക്കാൻ സാധിച്ചതിന് ഞാൻ എന്നും നന്ദിയുള്ളവളാണ്. ഞാൻ ഇനി തിരികെ വരുമ്പോൾ എനിക്ക് നന്ദി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇങ്ങനെ നിങ്ങൾ നന്ദിയോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങൾ ആരാധനാലയത്തിൽ നിന്നും വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദർശനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം നിങ്ങൾ ഇതിനു മുൻപ് ആസ്വദിച്ചിട്ടുണ്ടോ എന്നൊന്ന് നോക്കുക. ഇതാണ് പ്രാർത്ഥന. ഇതുപോലെയാണ് വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ കാര്യസംബന്ധമായിട്ട് നിങ്ങൾക്ക് ഇപ്പം സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരുപാട് സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ദൈവം തന്നിട്ടുണ്ട്. അതിലൊരു കുറച്ച് കാര്യങ്ങളെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻ്റെ വീടിന് നന്ദി, അങ്ങ് എനിക്ക് എന്താണ് പണത്തിലൂടെ ഞാൻ നേടിയെടുത്ത എൻ്റെ വീടിന് നന്ദി, വാഹനങ്ങൾക്ക് നന്ദി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നതിന് നന്ദി. ഇതെല്ലാം പണത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ പണത്തിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നേടിയെടുത്ത സകല സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് സമ്പന്നത വർദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം പ്രാർത്ഥിച്ചു നോക്കൂ. ഉള്ളതിന് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥനകൾ എത്തിക്കുമ്പോൾ പ്രാർത്ഥന വേഗത്തിലും എളുപ്പത്തിലും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കുറേ നാളും, അതായത് ലോ ഓഫ് അട്രാക്ഷനിൽ വരുന്നതിന് മുൻപും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും അജഗജ വ്യത്യാസമുണ്ട്. അന്ന് എനിക്ക് സന്തോഷം കിട്ടിയെന്ന്, അന്ന് എന്തായിരുന്നു എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുതരാം. അന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സങ്കടം വരും, ഭയങ്കരമായിട്ട് സങ്കടം വരും. ഞാൻ കരഞ്ഞ് അവസാനം പാസ്റ്റിലോട്ട്, എന്തെങ്കിലും എന്നെ വേദനിപ്പിക്കുന്ന നിമിഷത്തിലോട്ടൊക്കെ പോകാറുണ്ട്. അപ്പം എൻ്റെ ഫ്രീക്വൻസി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിലിരുന്നാണ് ഞാൻ പ്രാർത്ഥനകൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അതല്ലെങ്കിൽ യാചനാസുരത്തിൽ, ദൈവമേ എനിക്കത് തരണേ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ, ഭയങ്കരമായിട്ട് അങ്ങ് ലോ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അങ്ങനെ പ്രാർത്ഥനയുടെ ഫ്രീക്വൻസി ലെവല് എനിക്ക് തോന്നുന്നു അത് വളരെ ലോ ആയതുകൊണ്ടായിരിക്കും എൻ്റെ പ്രാർത്ഥനകൾ എത്തിക്കാത്തത്. അല്ലാതെ ഈശ്വരന് ഇഷ്ടമല്ലാഞ്ഞിട്ടോ എൻ്റെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല, പ്രാർത്ഥന രീതി ശരിയല്ലായിരുന്നു എന്ന് കറക്റ്റായിട്ട് ഉറപ്പാണ് എനിക്ക്.
കാരണം അത് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് പ്രാർത്ഥനകളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. വളരെ ശാന്തത കിട്ടുന്നുണ്ട്, സമാധാനം കിട്ടുന്നുണ്ട്. ആരാധനാലയത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ആ ഒരു മനസ്സിനും ശരീരത്തിനും ആ ഒരു മാറ്റം വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. മുമ്പൊക്കെ പോകുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെയാണ് ശരിക്ക് ആഗ്രഹം നേടിയെടുക്കാൻ പ്രാർത്ഥിക്കേണ്ടത്, ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്, കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കൃത്യമായിട്ടും എനിക്കറിയാം. ഒന്നും പ്രാർത്ഥിച്ചില്ലേ പോലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെ എനിക്കൊരുപാട് സന്തോഷവും സമാധാനവും ശാന്തതയും നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം, മനസ്സിൻ്റെ സമാധാനവും സന്തോഷവും. അപ്പോൾ ഈ രീതിയിൽ പ്രാർത്ഥനകൾ എത്തിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വേഗത്തിലും എളുപ്പത്തിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളിൽ ഈ രീതിയിലുള്ള മാറ്റം വരുത്തൂ. എന്നിട്ട് സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കും. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.